സഹൃദയരായ കലാസ്നേഹികളെ, സീനിയേഴ്സ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്ന ഏറ്റവും പുതിയ കലോപഹാരം കൊട്ടാരം നവതി. വേദിയിൽ രതീഷ്, ബിനു, കുമാർ, ഷൈജു, സനൽകുമാർ, ബെനഡിക്റ്റ്, അലൻ, ഫെബിൻ, ആദർശ്, ഡെന്നി ആൻഡ് രോഹിത്. ഡബ്ബിംഗ് സുനിൽ കുമാർ. റെക്കോർഡിംഗ് ആൻഡ് എഡിറ്റിംഗ് റോബിൻ. ഈ സ്കിറ്റിലെ കഥാപാത്രങ്ങളെല്ലാം തികച്ചും സാങ്കല്പികമാണ്. ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നവരുമായി എന്തെങ്കിലും സാമ്യം തോന്നുകയാണെങ്കിൽ ഒരാളെപ്പോലെ 7 പേരുണ്ട് എന്ന തത്വം മനസ്സിലാക്കി ഒരു തമാശയായി മാത്രം കാണുക. പനവിള മഹാരാജ്യത്തിലെ രാജകൊട്ടാരത്തിന്റെ 90ാം വാർഷിക ആഘോഷങ്ങളാണ് വേദിയിൽ നടക്കുന്നത്. എവരെയും ഞങ്ങൾ കൊട്ടാരം അന്തഃപുരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പണത്തിന്റെ കാര്യം പതുക്കെ പറയടാ. കൊട്ടാരത്തിന്റെയും നാട്ടുകാരുടെയും പ്രമാണം വരെ ബാങ്കിലായില്ലേ? രാജൻ, കഴിഞ്ഞ ആഴ്ച കൊട്ടാരത്തിലേക്ക് ഗ്യാസ് എടുക്കാൻ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ 1000 രൂപ കിട്ടിയില്ല. ആരെവിടെ? ഈ ധിക്കാരിയെ പിടിച്ച് തുറുങ്കിലടയ്ക്കൂ. എടാ മണ്ടരായ, ആ തുറങ്ക് വരെ പൊളിച്ചെടുത്തല്ലേ പുതിയ മണ്ഡപം പണിതത്. പടാ, മന്ത്രിയോട് നമ്മെ മുഖം കാണിക്കാൻ പറയൂ. കൊട്ടാരം കുടിശ്ശിക വിരിക്കാൻ ഇറങ്ങിയ ആളാ. ദേ വരുന്നു മന്ത്രി വിൽസൺ. സരസു 25, ശാന്ത 120, സുധ 100, ആകെ 245. അപ്പോൾ 500-ൽ ബാക്കി എത്ര വരും? മഹാമന്ത്രി, രാജ്യത്തിന് പിരിഞ്ഞു കിട്ടേണ്ട തുകയായിരിക്കുമല്ലേ ഈ കൂട്ടിത്തള്ളുന്നത്? അല്ല മഹാരാജൻ, മീൻ കടയിൽ ചിലവായ തുക നോക്കിയതാ. 500-ന്റെ ബാക്കി കൃത്യമായി കൊടുത്തില്ലെങ്കിൽ പെണ്ണുമ്പിള്ള കുനിച്ചു നിർത്തി ചാമ്പും. അയ്യയ്യേ, കഷ്ടം തന്നെ. ഇങ്ങനെ ഒരു പെൺകോന്ത മന്ത്രി. മന്ത്രി പുങ്കവ, കൊട്ടാരം പണിയുടെ കണക്കുകൾ ഉണർത്തിക്കൂ. ഉണർത്തിക്കാൻ രാജാവ് എന്താ ഉറങ്ങിക്കിടക്കുകയാണോ? പടാ, നിയന്ത്രണം. പ്രജകളിൽ നിന്ന് പിരിഞ്ഞു കിട്ടിയത് 10 ലക്ഷം രൂപ. ഫേഷൻ വരട്ടെ, ചെലവുകൾ കൂടി പറയട്ടെ. കൊട്ടാരം ചായം പൂശൽ 1 ലക്ഷം രൂപ, നൃത്തമണ്ഡപം പണി 50 ലക്ഷം രൂപ, പരവതാനി വിരിച്ചത് 3 ലക്ഷം രൂപ. ആകെ ചെലവ് 54 ലക്ഷം. 44 ലക്ഷം രൂപ കടം. ഈശ്വരാ, കൊട്ടാരത്തിന്റെയും നാട്ടുകാരുടെയും പ്രമാണം. മഹാരാജൻ, അങ്ങ് ഭയപ്പെടേണ്ട. ഈ കടഭാരം മുഴുവൻ ചുമലിലേറ്റാൻ 5 മണ്ടന്മാർ മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരുടെ തലയിൽ വെച്ച് നമുക്ക് മുങ്ങാം. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? മന്ത്രി, കുരുട്ടുബുദ്ധിയിൽ നിങ്ങൾ എന്നെക്കാളും ശ്രേഷ്ഠനാണ്. ആരവിടെ? കൊട്ടാരം നവതി പരിപാടികൾ ആരംഭിക്കട്ടെ. അവതാരകയായ നമ്മുടെ പ്രിയതമയെ വിളിക്കൂ. വാളെടുത്താൽ അങ്കക്കലി, വായെടുത്താൽ മുടിഞ്ഞതെറി, നടന്നു വന്നാൽ മുട്ടനിടി. പനവിള കോവിലകത്തെ മഹാറാണി കുന്തലത ഇതാ എഴുന്നള്ളുന്നേ. നമസ്കാരം പുഞ്ചക്കരി. ആര് മരിച്ചെന്ന്? എന്തോന്ന് റാണി ഈ പറയുന്നത്? ശബളമായ ഈ രാത്രിയിൽ ഒരു ആദരിക്കൽ ചടങ്ങാണ്. ആദ്യം കൊട്ടാരത്തിന് മൂലക്കല്ല് മുതൽ രാണിക്കല്ല് വരെ പറിക്കാൻ ശേഷിയുള്ള 2 മേസ്ത്രിമാരെയാണ് ഇന്നിവിടെ ആദരിക്കുന്നത്. അവരെ വിളിക്കൂ. പൂശിയിൽ കോരിയടിയാശാൻ, തൂക്കുകെട്ട തൂക്കിയടിക്കാരൻ, മുഴക്കോലിൽ ഇഷ്ടതവാഴൻ, കണപ്പിൽ കണിശക്കാരൻ വീരേന്ദ്രൻ മേസിരിയെ വേദിയിലേക്ക് ഇതാ സ്വാഗതം ചെയ്യുന്നേ. ചാന്തോട്ടിയില്ലേ? ഡേയ്, ഈ ടാപ്പ് എവിടെയാ? കോലി കളിച്ചോണ്ടെന്നാ പൈലെല്ലാം പിടിച്ച് കൊത്തന്റെ കയാളായിട്ട് കൊണ്ടുവന്ന് എന്നെ അടിക്കണം. വീരേന്ദ്ര,
ഇവിടെ വരൂ. എന്ത് രാജാവേ? എന്താണ് അവിടെ ഒരു കുന്തളിപ്പ്? ഇത് പരിപാവനമായ കൊട്ടാരം അന്തപ്പുരമാണ്. ഇവിടെ ബഹളം വയ്ക്കരുത്. അല്ല, രാജാവിന്റെ ഭരണ നേട്ടങ്ങളെ കുറിച്ച് ഒരു തള്ളിയതാണ്. രായ നീണാൽ വാഴട്ടെ, രായ നീണാൽ വാഴട്ടെ. പട, അടുത്ത മേശിരി വിളിക്കൂ. മണലരിപ്പിൽ മണിയാശ, കയ്യാളിൽ ബംഗാളി, കട്ടകെട്ടിൽ കട്ടപ്പ, ഇരുട്ടുകുത്തിൽ പോരാളി, കൊട്ടാരം അടിമക്കണ്ണ് നിധിമേസിരിയെ വേദിയിലേക്ക് ഇതാ സ്വാഗതം ചെയ്യുന്നേൻ. നിധി, ഈ ടാപ്പ് ഒന്ന് പിടിയേ. വീരേന്ദ്രോ, കെട്ടോണം 4 ഇഞ്ച് പോരെ? കെട്ടുവണ്ണ എത്ര ഇട്ടോ, പക്ഷെ തള്ള 3 ഇഞ്ച് മതി. അതാ ഇനിയും തള്ളണോടെ. നീ ഭയങ്കര തള്ളു തന്നെടേ. നിങ്ങളിവിടെ മെക്കാട് പണിക്ക് വന്നതാണ്. അവിടെ ഇങ്ങോട്ട് നീങ്ങി നിൽക്കി. മേശിരിമാരെ, നാം ഇതാ നമ്മുടെ വജ്രമോതിരം നിങ്ങൾക്ക് സമ്മാനമായി നൽകുന്നു. അപ്പൊ എനിക്കാ? കരയേണ്ടടാ നിധി, നിനക്കും ഉണ്ട്. എല്ലാവർക്കും തൃപ്തിയോടെ കൊടുക്കണം. അതാണ് രാജാവായി എന്റെ നയം. ഇതാ നിനക്കുള്ള മോതിരം. നിധി മേശിരി, നമ്മുടെ കൊട്ടാരം ഒരു കടക്കിണിയിൽ അകപ്പെട്ടിരിക്കുന്ന വിവരം നിങ്ങൾക്കറിയാമല്ലോ. നോമും മന്ത്രിയും നിങ്ങളോടൊപ്പം നാളെ മുതൽ പണിക്ക് വരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാനില്ല. വെയിലടിച്ചാൽ നാം കറുത്തു പോകും. എന്റെ പൊന്ന് ഹണി റോസേ, മിണ്ടാതിരി. നമുക്കിത് സഹിക്കാൻ കഴിയുന്നില്ല. രായ, നമ്മക്ക് സമ്മാനം തന്ന മോതിരെന്താ നിങ്ങൾ വെച്ചോളി. കൊട്ടാരത്തിന്റെ കടങ്ങൾ തീരട്ട്. ഡേയ് വീരേന്ദ്ര, കൊട്ടാര മതിലിന്റെ മുന അല്പം പൊടിഞ്ഞിട്ടുണ്ട്. വാ, നമുക്ക് അത് തേക്കാം. മന്ത്രി, എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? അത് തകർത്തു, തിമിർത്തു, കലക്കി. ഗംഭീരം. ആരും എഴുന്നേറ്റ് പോകരുത്. അടുത്ത് സീനിയേഴ്സിന്റെ പരിപാടിയാണ്. കുമാറിന്റെ കുന്തരിപ്പ്. യതിൽ കുമാർ. ഓ മാളോരെ, പാട്ടുപാടി നൃത്തം വെച്ച് കവലകളിൽ വേല കാട്ടി നാടു താണ്ടി വന്നു ചേർന്ന നാടോടി ഞാൻ. ജിം ചണക്കണ ധും തണക്കണ ധിം തണക്കണ ധും തുണുത ധീം തണക്കണ ധോം തണക്കണ താനെ തന്തിന താനെ. കുമാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ഇനിയും നിർത്താറായില്ലേ ഇതൊക്കെ? പ്രഭു, അങ്ങ് രാജാവിന്റെ പദവി എന്ന് ഉപേക്ഷിക്കുന്നുവോ അന്ന് ഞാൻ നിർത്തിക്കൊള്ളാം. ഇതിനെക്കാലം അങ്ങേര് ചാമ്പ നിർത്താതെ പറഞ്ഞാ പോരാടേ. കലയ്ക്ക് പ്രായമില്ല, മരണമില്ല. വരട്ടെ രാജൻ. Marvelous. Very good. It is the Discovery Channel of the Dance of the India. Wonderful dancer, കുമാരേ. എന്തു പറ്റി റാണി? ഇതേതാ ഈ കച്ചറ ഭാഷ? അയ്യോ നാട്ടുകാരെ, ഓടി വരണേ, റാണിക്ക് പ്രാന്തായേ. ഭ്രാന്തായതല്ല വടാ. അടുത്ത് വരുന്നത് വിശിഷ്ടാതിഥിയെ സ്വാഗതം ചെയ്യാനുള്ള പ്രാക്ടീസാണ്. ആശംസാ പ്രസംഗത്തിനായി സ്വാഗതം ചെയ്യാം ഇംഗ്ലണ്ടിൽ നിന്നുള്ള ബെൻസൺ. How could we not talk about family when family is all we got? Everything I went through, you were standing there by my side. And now you're gonna be with me for the last ride. ആ മൈക്ക് തുപ്പി നാറ്റിക്കാതെ കാര്യം പറയൂ ബെൻസ. ബഹുമാനപ്പെട്ട പള്ളിക്കാട്ടിൽ രാജാവേ, മറ്റ് അവശിഷ്ടങ്ങളെ, കൊട്ടാര നവതിയുടെ ആശംസകൾ ആദ്യമേ തന്നെ അറിയിക്കട്ടെ. 1929 ഇംഗ്ലണ്ടിലെ പ്രശസ്ത നോവലിസ്റ്റ് ക്ലാഡോവിസ്കി പറഞ്ഞിട്ടുണ്ട്,
the political empowerment of the establishment of Indian constitutional culture of the kingdom, not only but also filling the blanks of India. എടോ പടോ, ഇയാളിതെന്ത് തേങ്ങയാടോ ഈ പറയുന്നത്? രായൻ പണ്ട് പാഠശാലയിൽ പഠിക്കാൻ വിട്ടപ്പോൾ പഠിക്കണമായിരുന്നു. അല്ലാതെ കണ്ട പട്ടിയെയും പൂച്ചയെയൊക്കെ അമ്പ ചെയ്ത് നടന്നാൽ ഇങ്ങനെ ഇരിക്കും. പടാ, നിയന്ത്രണം. നിങ്ങളുടെ ഈ കയ്യടി കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പൊളിറ്റിക്സ് ബിഹേവ് ദംസെൽവ്സ്. ദ law bearing citizen is the watchdog of India who gave predominant consideration of the law that is a manipulator in the country of India in 1947. മന്ത്രി കണ്ടില്ലേ നമ്മുടെ പ്രസംഗത്തിന്റെ കയ്യടി? എന്റെ പൊന്ന് ബെൻസ, പ്രസംഗം തുടങ്ങുമ്പോ തന്നെ കൈയടിക്കുന്നത് എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായില്ല അല്ലേ? ഒന്ന് നിർത്തിപ്പോടോ എന്നാണ് ആ കയ്യടിയുടെ അർത്ഥം. ഇനിയും സംസാരിച്ചാൽ കയ്യടിയുടെ അർത്ഥം മാറും. പൊയ്ക്കോ. How could we not talk about family when family is all we got? വെരി ഗുഡ്. ഇനി നിങ്ങളെ സംഗീതത്തിന്റെ കുളിർമഴ പെയ്യിക്കാൻ എത്തുന്നു കൊട്ടാരം ഗായക സംഘം. ഹലോ ചെക്ക്. എടാ ബാസ് കൂട്ടിയടാ. എടാ നിന്റെ അടുത്തൊക്കെ അപ്പോഴേ ഞാൻ പറഞ്ഞാണ് പാട്ട് പെട്ടി രാജാവിന്റെ പീഠത്തിന്റെ അടി കൊണ്ടുവയ്ക്കല്ലെന്ന്. എന്റെ മൈക്കിന് സൗണ്ട് ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കയറി വരും. ബിനു വേണ്ടടാ, പ്രശ്നത്തിനൊന്നും പോണ്ട. അതിനാര് പ്രശ്നത്തിന് പോവാൻ? ഇവനാ ചുമ്മാ. ഇതൊക്കെ പുഞ്ചക്കരി ബിനുവിന്റെ ഒരു നമ്പറല്ലേ? റെഡി 1 2 3 സ്റ്റാർട്ട്. എത്ര കോടി ജന്മം മോഹം കാത്തിരുന്നു നിന്റെ ദേവൻ, നെഞ്ചിലേക്കിനാവിൽ ചേർത്തരീരൂപം മേഘത്തേരിൽ ആ ആ ആ ആ നിർത്തുന്നുണ്ടോ? മൈക്കിനുള്ള കടിപിടി. രാജൻ, അങ്ങ് ഇതിനൊരു തീരുമാനമുണ്ടാക്കണം. എനിക്കറിയാമായിരുന്നു ഇതിങ്ങനെ വരൂ. ഇവരെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. ആരെവിടെ? ഇവർക്കുള്ള സമ്മാനം കൊണ്ടുവരൂ. മന്ത്രി, ഇത്രയൊക്കെ പരിപാടി ഇവിടെ നടന്നിട്ടും നമ്മുടെ പാഠശാലയുടെ പ്രധാനാധ്യാപകനും രാജഗുരുവുമായ ചന്ദ്രഗുപ്തനെ കണ്ടില്ലല്ലോ. അതൊരു സസ്പെൻസ് ആണ് പ്രഭു. അത് ഞാൻ പറയാം. തന്റെ വിദ്യാർത്ഥികളുടെ പരിപാടികൾക്ക് കലാമൂല്യം കുറവാണെന്ന് പറഞ്ഞ് രാജഗുരു ഒരു പുതിയ കലാരൂപം കൊണ്ടുവന്നിരിക്കുകയാണ്. രാജഗുരുവിനെ വലിയ കയ്യടിയോടെ സ്വാഗതം ചെയ്യാം. ഞാൻ ഇന്നലെ പൂസായടാ, രാത്രി മൊത്തം വളാണടേ. നീ ഒന്ന് നോക്കിക്കേടാ, അടിച്ചെന്ന് തോന്നോ. ഒറ്റയ്ക്ക് അടിച്ച് കട്ടയ്ക്ക് അടിച്ച് പൂസായി പൊന്നളിയ. മുട്ടെല്ലാം ഇടിച്ച് നട്ടല് ഒടിഞ്ഞ് ചന്തയും ഇടിച്ച് വീണ് പോയളിയ. ഞമ്മ മൂനിയ ഞമ്മ മൂനിയ.
ബലേഫേഷ്. നല്ല കലാമൂല്യമുള്ള പരിപാടി. അദ്ദേഹത്തിന്റെ സ്ഥാനമാനങ്ങളെല്ലാം എടുത്തു മാറ്റി രാജ്യത്തിൽ നിന്നും പുറത്താക്കാൻ നാം കൽപ്പിക്കും. രാജഗുരു അങ്ങ് പൊളിച്ചടക്കി. അടുത്തതായി ഒരു ആദരിക്കൽ ചടങ്ങാണ്. സ്വന്തമായി ഷാൾ വാങ്ങി തന്ന് ആദരവ് ഏറ്റുവാങ്ങാൻ വന്ന ആ വ്യക്തിയെ വിളിക്കട്ടെ പ്രഭു. ആരുടെ കയറി വരാൻ പറയൂ. രാജൻ, അങ്ങനെയൊന്നും അയാൾ വരില്ല. അയാൾ എഴുതി തന്ന ഈ തള്ളുകൾ വായിച്ചാലേ അദ്ദേഹം വരൂ. ഞാൻ തള്ളട്ടെ? അല്ല, വായിക്കട്ടെ പ്രഭു. യുവജന പ്രസ്ഥാനത്തിന്റെ കരുത്തുറ്റ നേതാവ്, ബിരുദധാരി, ഉഗാണ്ടയിൽ നിന്ന് ഡോക്ടറേറ്റ്, കൊട്ടാരം കമ്മിറ്റിയിൽ 40 തവണ സെക്രട്ടറി, പ്രാസംഗികൻ, കലാകാരൻ, നാടകകൃത്ത് എന്നീ നിലയിൽ പ്രശസ്തനായ പത്മശ്രീ പ്രവീഷ് ഈ വേദിയിലേക്ക് സ്വാഗതം. തള്ളു 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 പന്നാസു വണ്ടി, തള്ളു 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 തള്ളി തല്ലിപ്പൊള്ളി വണ്ടി, ഈ തല്ലിപ്പൊള്ളി വണ്ടി. പ്രിയമുള്ളവരെ, ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിക്കുമ്പോൾ ഞാൻ അമേരിക്കയിലായിരുന്നു. കൊട്ടാരത്തോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ ഓടി വരികയായിരുന്നു. അതിന് നിന്നെ ആര് വിളിച്ചു? എപ്പോ വിളിച്ചു? നല്ലോണം തള്ളി കയറ്റട്ടെ പ്രഭോ. ഞാനും ബഹുമാനപ്പെട്ട രാജാവും ഒരുമിച്ച് പഠിച്ചവരാണ്. ആർഷഭാരതത്തിന്റെ ഉത്തമ ഉദാഹരണമായ ഈ കൊട്ടാരം വിപുലപ്പെടുത്താൻ കോടികൾ മുടക്കിയ വ്യക്തിയാണ് ഈ ഇരിക്കുന്ന ഗജേന്ദ്ര മഹാരാജൻ. അദ്ദേഹം പൊന്നും കട്ടയാണ്, തങ്കക്കുടമാണ്. ഇതുപോലെ ഒരു രാജാവിനെ കിട്ടിയത് നമ്മുടെ ഭാഗ്യമാണ്. തള്ളു 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 തന്നാസ് വണ്ടി, തള്ളു 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 തള്ളി തല്ലിപ്പൊളി വണ്ടി. പടാ നിയന്ത്രണം. മതി പ്രഭീഷേ, മതി. ഇനി എനിക്ക് താങ്ങൂല. തള്ളു 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 പന്നാസു വണ്ടി, തള്ളു 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 തള്ളി തല്ലിപ്പൊള്ളി വണ്ടി. പ്രഭു, പ്രഭു, ഇവിടെ ഇങ്ങനെ കൂത്താടിക്കൊണ്ടിരിക്കാതെ ഓടിക്കോ. ഇടി വരുന്നു, ഇടി വരുന്നു. ഇടി വരുന്നേ കൂടെ മിന്നലും കാണും. അളിഞ്ഞ കോമഡി അടിക്കാതെ ഓടിക്കോ രാജൻ. അങ്ങയെ വിലങ്ങ് വയ്ക്കാനാണ് അവര് വരുന്നത്. അയ്യോ അയ്യോ രാജൻ, രാജൻ അവരിങ്ങെത്തി. ഹലോ മിസ്റ്റർ രാജൻ, കൊട്ടാരത്തിനൊപ്പം നിങ്ങൾ പണിത കതിർമണ്ഡപം പണിഞ്ഞതിൽ ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നു. ഉടമസ്ഥനായ നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഓഹോ, അതാണോ കാര്യം? ആ മണ്ഡപത്തിന്റെ ഉടമസ്ഥൻ ഞാനല്ല. അതിന്റെ ഉടമസ്ഥാവകാശവും നടത്തിപ്പവകാശവും എല്ലാം ഞാൻ 5 പേർക്ക് കൈമാറിയിട്ടുണ്ട്. ദേ അവിടെ ഇരിപ്പുണ്ടവർ. ദോ നിൽക്കുന്നൊരുത്തൻ, ദോ വാതിന്റെ അടുത്തൊരുത്തൻ. പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. டேய் படா பாட்டை போடடா. കഴിഞ്ഞ 90 വർഷങ്ങളായി കൊട്ടാരത്തിന്റെ രൂപവും ഭാവവും മാറി. പുതിയ കെട്ടിടങ്ങൾ വന്നു. കൊട്ടാരത്തിന് പേരും പ്രശസ്തിയുമായി. രാജാക്കന്മാർ പലരും മാറി മാറി വന്നു. എന്നാൽ പ്രജകളായ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടായോ? ലോകം മാറും, നിങ്ങളും മാറണം, നന്മയിലേക്ക് മാറണം. ഇത് ഉപദേശമല്ല, സീനിയേഴ്സിന്റെ അറിയിപ്പ് മാത്രം. നന്ദി, നമസ്കാരം.